നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കും? പിണറായി വിജയൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ അങ്ങനെ ആരെയും നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുള്ള ആളാണ്. ധാരാളം സുഹൃത്തുക്കളും സുഹൃത്ത് ബന്ധങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. നമ്മൾ ഈ കാണുന്ന പോലെ അത്രയ്ക്ക് ഒരു ഘടാഘടിയൻ ഗൗരവക്കാരനായ മനുഷ്യനൊന്നുമല്ല. വളരെ സാധാരണയായി മനുഷ്യൻ്റെ സൗഹൃദങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം നന്നായി സിനിമ കാണും, പാട്ട് കേൾക്കും, പുസ്തകം വായിക്കും. അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ ഒരു വ്യക്തിബന്ധങ്ങളും അതിൻ്റെ സൗഹൃദങ്ങളും എല്ലാം അതിൻ്റെ രീതിയിൽ ആസ്വദിക്കുന്ന ആളാണ് പിണറായി വിജയൻ. എന്നാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കും? രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനുമായി ഏറ്റവും അടുപ്പമുള്ളയാൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വ്യക്തിബന്ധവും കടപ്പാടുമുള്ള നേതാവും മറ്റാരുമല്ല പിണറായി വിജയൻ തന്നെയാണ്. ഒരുപക്ഷെ UDF ഉള്ള മറ്റേത് നേതാക്കളെക്കാളും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അടുപ്പം സാക്ഷാൽ പിണറായി വിജയനുമായി തന്നെയാണ്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പമാണ്. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, UDF അതല്ലെങ്കിൽ UDF മറ്റ് നേതാക്കളെക്കാൾ കുഞ്ഞാലിക്കുട്ടിക്ക് അടുപ്പം പിണറായി വിജയനുമായാണ് എന്നതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സ് ഇപ്പോൾ UDF ഇല്ല. പണ്ട് ഉമ്മൻചാണ്ടിയോട് അടുത്തപ്പോൾ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിയുമായി ഇതേപോലെ തന്നെ ആത്മബന്ധം പി കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്നു. പിണറായി വിജയനുമായി ഉള്ള അതേ ആത്മബന്ധം തന്നെ ഉമ്മൻചാണ്ടിയുമായും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ആത്മബന്ധമുള്ള നേതാക്കൾ ആരും തന്നെ UDF ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ ആരുമായി തന്നെ അദ്ദേഹത്തിന് അത്ര ഹൃദയബന്ധമൊന്നുമില്ല. പാർട്ടി മുന്നണി നേതാക്കൾ എന്നത് കവിഞ്ഞു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ നടപടിയും UDF അല്പം ഡിറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അല്പം ഒരു അകലം പാലിച്ചുകൊണ്ടാണ്. ലീഗ് എപ്പോഴും ലീഗിൻ്റെ വഴിക്ക് പോകും. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും മുന്നണി സംവിധാനത്തിൽ മുന്നണി മര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അത് ലീഗ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം മുന്നണി മര്യാദ പാലിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. പലപ്പോഴും കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിടേണ്ട ഉത്തരവാദിത്വം പോലും ലീഗിൻ്റെ തലയിൽ ഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ലീഗ് ഒരു മടിയും കൂടാതെ ലീഗിൻ്റെ അണികൾ, പ്രത്യേകിച്ച് വടകരയിലും കോഴിക്കോടുമൊക്കെയുള്ള പാർലമെൻറ്റ് സീറ്റുകളിൽ ലീഗ് വിചാരിച്ചാൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ലീഗ് തന്നെ പലപ്പോഴും അവരുടെ മുന്നണി മര്യാദയുടെ ഒരു അന്തസ്സിൻ്റെയും ഒരു രീതിയാണത്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും അവർ ഇറങ്ങി ജയിപ്പിച്ചു കൊടുക്കും. എന്നാൽ ലീഗ് സ്ഥാനാർത്ഥികളോട് കോൺഗ്രസ്സുകാർക്ക് ആ ഒരു മനോഭാവം ഇല്ലാതാനും. അങ്ങനെ ഒരു പരാതിയും ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളോട്, ലീഗ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ലീഗിൻ്റെ അണികൾക്ക് കോൺഗ്രസ്സുകാരോടുള്ളൊരു സ്നേഹം തിരിച്ചു ഇവർക്കില്ല എന്നുള്ളൊരു ആരോപണം ഇടയ്ക്കിടെ ലീഗിൽ നിന്ന് പൊങ്ങി വരാറുണ്ട്. അതൊരു ആരോപണം മാത്രമായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതായാലും ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം ഇനി നമുക്ക് മനസ്സിലാവുക 2026 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലായിരിക്കും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പണ്ട് 2011 ഉമ്മൻചാണ്ടി കിട്ടിയ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ, അത്തരത്തിലൊരു അവസ്ഥ കേരളത്തിൽ ഏതെങ്കിലും മുന്നണിക്ക് സംജാതമായാൽ, ഏതെങ്കിലും ഒരു മുന്നണിക്ക്, ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് 72 സീറ്റേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 71 സീറ്റേ കിട്ടിയുള്ളൂ LDF. ഇനി UDF 71 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ എന്താണ് അവസ്ഥ? അപ്പോൾ കൃത്യമായി മുസ്ലിം ലീഗ് പിണറായി വിജയൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇടതുമുന്നണിക്കായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം UDF ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടിയില്ല. അതിനടുത്തവർ വന്നു, 2-3 സീറ്റുകൾക്ക് അടുത്തവർ വന്നു. അടുത്ത തവണയും UDF പ്രതിപക്ഷത്തിരിക്കും എന്നൊരവസ്ഥ വരികയാണ്. എന്നുവെച്ചാൽ 68-69 സീറ്റ് UDF കിട്ടി. എന്നാൽ 72-73 സീറ്റ് കൂടി പിണറായി വിജയൻ വീണ്ടും, ഈ CPM ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും മുസ്ലിം ലീഗ് ചെയ്യുക എന്ന് വെച്ചാൽ അതിപ്പോൾ നേരെ ഇടതുമുന്നണിയിലേക്ക് പോകും. ഇടതുമുന്നണിയുടെ ഭാഗമാവും. അവിടെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിയാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ നേരത്തെ പറഞ്ഞ ഇവർ തമ്മിലുള്ള ആത്മബന്ധം വർക്കൗട്ട് ചെയ്യുന്നത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. UDF വലിയ ഭൂരിപക്ഷം നേടുകയാണ്. പിന്നെ ഈ സൗഹൃദമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ, മറ്റൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം വേറെ മാർഗമില്ല. പക്ഷേ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ, ഒരു അറ്റപ്പറ്റ നിൽക്കുകയാണെങ്കിൽ, ആരോ ഒരു മാർജിനിൽ ഈ ഭൂരിപക്ഷങ്ങൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ ലീഗ് കൊടുത്ത പിന്തുണ കൊടുത്ത പോലെ
മറ്റൊരു നേതാവിന് കോൺഗ്രസ് ലീഗ് പിന്തുണ കൊടുക്കില്ല എന്നാണ് ലീഗ് നേതാക്കളിൽ നിന്ന് രഹസ്യമായി നമുക്ക് മനസ്സിലാക്കാൻ. രഹസ്യ സംഭാഷണങ്ങളിൽ പല ലീഗ് നേതാക്കളും നമ്മളോട് പറയുന്നത് അങ്ങനെ. ഉമ്മൻചാണ്ടിക്ക് പിന്തുണ കൊടുത്തു. ഉമ്മൻചാണ്ടിക്ക് 72 സീറ്റ് 71 സീറ്റ് കഷ്ടിച്ച് വന്നപ്പോൾ 72 സീറ്റ് കഷ്ടിച്ച് കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സകല പിന്തുണയും ലീഗ് കൊടുത്തെങ്കിൽ വേറൊരു കോൺഗ്രസ് നേതാവിന് അത് കൊടുത്തു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് ചില ലീഗ് നേതാക്കൾ, ഈ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരൊക്കെയായ ചില ലീഗ് നേതാക്കൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും ഇതുകൊണ്ട് നമ്മൾ വേറൊന്നും ഉദ്ദേശിക്കേണ്ട. ഇത്തരം അവസ്ഥകളിൽ ലീഗിൽ CPM-ൽ പിണറായി വിജയനും ലീഗിൽ കുഞ്ഞാലിക്കുട്ടി ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഒരു പക്ഷേ പിണറായി വിജയൻ ഒരു മൂന്നാം അവസരം നാരോ മാർജിനിൽ തടയപ്പെടുകയാണെങ്കിൽ അവിടെ PK കുഞ്ഞാലിക്കുട്ടി രക്ഷകനായി എത്തുമെന്നാണ് പല ലീഗ് നേതാക്കളും പറയുന്നത്.